ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മന്തി ഉണ്ടാക്കിയാലോ? പുറത്ത് നല്ല മഴയാണ്. ആ ഒരു മഴയിൽ ഈ ഒരു മന്തി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിപ്പോൾ ഏകദേശം ഒരു 8 പീസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചിക്കനിൽ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന പൊടികളൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ വേണ്ടത് മന്തി മസാല പൗഡറാണ്. ഞാനിപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മന്തി മസാല പൗഡറാണ്. 3 ടീസ്പൂൺ അളവിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയിലയും പുതിനയിലുമാണ്. അപ്പോൾ 1/4 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലുമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി 1/2 കപ്പ് എടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒരു ക്യാപ്സിക്കാണ്. അപ്പം മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാപ്സിക്കം എത്രത്തോളം ചെറുങ്ങനെ അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ്. അപ്പം അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 2 പീസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മാഗി ക്യൂബ് ഇട്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ വേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ മിക്സ് ആകുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ചിക്കനിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ പിടിക്കുള്ളൂ. അങ്ങനെ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ 2-3 മണിക്കൂർ വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങുകയും ചെയ്യും. നല്ലോണം എണ്ണ നന്നായിട്ട് ചൂടാവും ചെയ്യും കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10-15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി നമുക്കത് വറ്റിച്ച് നല്ലൊരു ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചുകൊണ്ടിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചോറ് വേവിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 5 കപ്പ് സെല്ല റൈസ് ഗോൾഡൻ സെല്ലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ബസ്മതി റൈസോ അല്ലെങ്കിൽ സെല്ല റൈസോ എടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റൈസിന് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്കിനി ചോറുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം.
പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് വലിയ പച്ചമുളകായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചെറിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ചേർത്ത് കാണും കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു മാഗി ക്യൂബും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പം ഞാനിപ്പോൾ ഇത് ഫുള്ള് തന്നെ ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ 2 കട്ടകളുണ്ടാവുമല്ലോ, അപ്പോൾ ആ 2 കട്ടകളും ഇതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു റൈസ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 5 കപ്പ് സെല്ല റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 5 കപ്പിന് ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. മൊത്തം 7.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ സെല്ലക്ക് 7.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ 5 കപ്പ് അരിക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെൻ്റെ കൂടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിർത്തി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ബാക്കി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് വറ്റുന്നത് വരെ മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കുമ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തതിന് ഇതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റാം. അങ്ങനെ ചിക്കനൊക്കെ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, ആ മസാലയിൽ നിന്ന് പകുതി മസാല നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി പകുതി ഇതിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളെ റൈസ് ഏകദേശം വേവാറായി കേട്ടോ. അപ്പോൾ സെല്ല റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മസാലയെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി മസാല അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു മസാലയിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ഈ ഒരു റൈസ് നമുക്ക് പകുതി ചേർത്ത് കൊടുക്കണം. അങ്ങനെ റൈസൊക്കെ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചിട്ടുള്ള പകുതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പകുതി മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ആ പൊരിച്ച മസാലയിൽ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പകുതി കോരി മാറ്റിയിട്ടുള്ള അത് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി റൈസ് മൊത്തം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മന്തിക്ക് നല്ല ടേസ്റ്റ് കൂട്ടാനാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മന്തിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം എല്ലാം ഒരു മിക്സിങ് ഉണ്ടല്ലോ, ആ ഒരു മിക്സിങ്ങിൽ ഈ ഒരു മസാലയൊക്കെ ഫുള്ളായിട്ട് മിക്സാക്കി കഴിയുമ്പോൾ നമ്മുടെ മന്തി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചോറൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് സെറ്റാക്കിയതിന് ശേഷം നല്ലൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ച് കൊടുക്കുക. അതിലേക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി ഇവിടെ സെറ്റായി. അപ്പോൾ മന്തി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുക. അപ്പോൾ ഇതാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.